2023 ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം തങ്ങളുമായി ആദ്യമായി ബന്ധപ്പെട്ട വിദേശ രാഷ്ട്ര നേതാവ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്ന് ഇസ്രായേൽ സാമ്പത്തിക വ്യവസായ മന്ത്രി നീർ ബർക്കത്ത് വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ്. തീവ്രവാദം ഇരു രാജ്യങ്ങളും നേരിടുന്ന വെല്ലുവിളിയാണെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. ഒക്ടോബർ 7 ആക്രമണത്തിന് നെതന്യാഹുവിനെ ആദ്യമായി വിളിക്കുകയും ഇസ്രായേലിന് പിന്തുണ നൽകുകയും ചെയ്തതിനാൽ എനിക്ക് മോദിയോട് നന്ദി അറിയിക്കണം. ഞങ്ങളത് ഒരിക്കലും മറക്കുകയില്ല. ഇസ്രായേലിനത് നല്ല ഓർമ്മയുമുണ്ട്. ബുദ്ധിമുട്ടേറിയ സമയത്തെ ആ ഫോൺ വിളിക്ക് ഞങ്ങൾ ഏറെ നന്ദിയുള്ളവരായിരിക്കുമെന്ന് നീർ ബർക്കത്ത് തുറന്നു പറഞ്ഞു. ദവോസിൽ നടന്ന വേൾഡ് എക്കണോമിക് ഫോറം യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ നീർ ബർക്കത്ത് ഒരു പ്രത്യേക അഭിമുഖത്തിൽ പങ്കെടുക്കവെയാണ് തന്റെ ഈ പ്രസ്താവന നടത്തിയത്. ഹമാസ് ഭീകരമായ ആക്രമണമായിരുന്നു യഥാർത്ഥത്തിൽ നടത്തിയത്. അതിർത്തി കടന്നെത്തിയ ഹമാസ് തീവ്രവാദികൾ ആളുകളെ കൊല്ലുകയും ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയാക്കുകയും ചെയ്യുകയുണ്ടായി. നിരവധി ആളുകളെ അവർ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. ഇപ്പോൾ ഒരു കരാറിന്റെ ഭാഗമായിട്ടാണെങ്കിലും അവരിൽ ചിലരെ ഞങ്ങൾക്ക് തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങളെ കൈമാറിയതിനു ശേഷം ഹമാസിന് അതിജീവിക്കാൻ ഒരിക്കലും സാധിക്കില്ല. ഇസ്രായേലിനെ അംഗീകരിക്കുന്നവരും സമാധാനം ആഗ്രഹിക്കുന്നവരും അവിടെ നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ വീണ്ടും ഭീകരാക്രമണം നടത്താൻ ഹമാസ് ഇനിയും തുനിയും, അതിൽ സംശയമില്ല. മറ്റൊരു ഒക്ടോബർ 7 സംഭവിക്കാൻ ഞങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല. ഹമാസിന്റെ പ്രധാന ലക്ഷ്യം ഇസ്രായേലിനെ ഭൂപടത്തിൽ നിന്ന് തന്നെ തുടച്ചു നീക്കുക എന്നത് മാത്രമാണ്. അവർ ജിഹാദികളാണെന്നും ഇസ്രായേൽ മന്ത്രി നിലവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള ഭീകരതയുടെ ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ് എന്നാണ് ഇസ്രായേൽ മന്ത്രി ഇറാനെയും ഖത്തറിനെയും പ്രധാനമായും വിശേഷിപ്പിച്ചത്. ഇറാനും ഖത്തറും ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും ധനസഹായം നൽകുകയും ചെയ്യുന്നുണ്ട്. ഇറാൻ ആണവശക്തിയായി മാറുന്നില്ലെന്ന് ഉറപ്പാക്കുന്നതിലാണ് പ്രധാനമായി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതും. ഇതിലൂടെ സൗദി, ഇന്തോനേഷ്യ, മറ്റ് മിതവാദി അറബ് രാജ്യങ്ങൾ എന്നിവയുമായുള്ള അബ്രഹാം ഉടമ്പടി യഥാർത്ഥത്തിൽ വിപുലീകരിക്കാൻ കഴിയുന്നതായിരിക്കും. ഇത് നമുക്ക് മുമ്പിൽ ഒരു പൊതു ലക്ഷ്യമായി നിലനിൽക്കുകയാണ്. ഇന്ത്യയുടെ ഭീകരതയുടെ വെല്ലുവിളി വലിയ തോതിൽ നേരിടുന്നുവെന്നും അറിയാം. സഹകരണം വിപുലീകരിക്കാൻ ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ വലിയ താൽപര്യത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ സാങ്കേതികവിദ്യയിൽ വലിയ മുന്നേറ്റം കാഴ്ചവെക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യ വ്യാപ്തിയിലും വലുപ്പത്തിലും ഏറെ മുന്നിലാണ് നിൽക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ നല്ലൊരു കോംബോയാണ്. ഹൈടെക്, ഹെൽത്ത് ടെക്, ആഗ്രോടെക്, ഫുഡ് ടെക്, ഡെസേർട്ട് ടെക്, അക്വാടെക് എന്നിവയിൽ കൂടുതൽ ബിസിനസ് ചെയ്യാൻ ഞങ്ങൾ വലിയ തോതിൽ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ത്യയും ഇസ്രായേലിനെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന മിഡിൽ ഈസ്റ്റിലൂടെയുള്ള സാമ്പത്തിക ഇടനാഴിയെയും ഇസ്രായേൽ വളരെ പ്രാധാന്യത്തോടെയാണ് പ്രധാനമായും നോക്കിക്കാണുന്നത്. ഹൈഫ തുറമുഖം വഴിയുള്ള കോറിഡോറിനായി ഞങ്ങളും പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. സൗദിയും ജോർദാനും ഒക്കെ ഇടനാഴി സംബന്ധിച്ച് അനുകൂലമായ നിലപാടെടുക്കുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി.